ദാരിദ്ര്യമുള്ള സമൂഹത്തിലെ കമ്മ്യൂണിസ്റ്റ് നിലവിലുള്ളൂ, അഥവാ ദാരിദ്ര്യം നിലനിർത്തേണ്ട കമ്മ്യൂണിസത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് എത്രത്തോളം ശരിയാണ്? വികസിത രാജ്യങ്ങളിൽ കമ്മ്യൂണിസം പോയത് ഇതുകൊണ്ടാണോ? ഒന്ന്, കമ്മ്യൂണിസം വികസിത രാജ്യങ്ങളിൽ പോയത് ഇതുകൊണ്ട് മാത്രമല്ല, കമ്മ്യൂണിസം കൊണ്ട് മനുഷ്യൻ്റെ ശ്വാസം മുട്ടി, അവൻ്റെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ അവൻ്റെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും മുട്ടുവന്നു. ഇവിടെ ഇപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇങ്ങനെ വെറുതെ തുണിയുടെ നിറവും പാർട്ടിയുടെ പേരും മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആളുകൾക്കൊന്നും തോന്നത്തില്ല. അവരെ സംബന്ധിച്ചോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് എന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്ന ഒരു കേരള കോൺഗ്രസ് പോലെ, ജനതാദൾ പോലെ, DMK പോലെ ഒരു പാർട്ടി മാത്രമാണ്. പ്രത്യേകിച്ച് അവർ ഭരണം കിട്ടിയാലും ചെയ്യാൻ പോകുന്നത് DMKയും കേരള കോൺഗ്രസും BJPയും ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും. വേറെ ഒരു കാര്യത്തിലും വ്യത്യാസമില്ല. തുണിയുടെ നിറത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. ഇത് ഞങ്ങളുടെ നിറമാണ്, ഇത് വേറെ നിറമാണെന്നത്. മുസ്ലിം ലീഗുകാരൻ ഭരിക്കുന്നതും CPM ഭരിക്കുന്നതും കോൺഗ്രസ് ഭരിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. വ്യത്യാസം ചെയ്യുന്ന ആളുകളുടെ വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ ഇവർ പറയുന്ന നയപരമായ പോളിസി, പിന്നെ പബ്ലിക് സെക്ടർക്ക് വേണ്ടി ഞങ്ങൾ ഭയങ്കര ബഹളം ഉണ്ടാക്കും എന്നാണല്ലോ ഈ കമ്മ്യൂണിസം ആളുകൾ. എന്നിട്ട് എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ചൈനയിൽ എന്താണ് നടന്നത്? സ്റ്റേറ്റ് ക്യാപിറ്റലിസം. ഒരിക്കലും രാമർ പെട്രോൾ പോലെയാണ് കമ്മ്യൂണിസം. പെട്രോളാന്ന് പറയുന്നുള്ളത്, വണ്ടി ഓടത്തില്ല. പെട്രോൾ എന്നുള്ള പേര്, സാമ്പത്തിക നയം. എന്തോ സാമ്പത്തിക നയം ഒന്നേ ഉള്ളൂ, ക്യാപിറ്റലിസം അതിനെ ആസ്പദമാക്കിയ സാമ്പത്തിക നയം, അല്ലാതെ വേറെ സാമ്പത്തിക നയം ഇല്ല. അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല, വിജയിച്ചിട്ടുമില്ല. ഈ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന കൂടുതലും എന്താണ്, കുറച്ചുകൂടെ ബിഗ്ഗർ ഗവൺമെന്റ് എന്നുള്ളൊരു ക്യാപിറ്റലിസത്തിലെ ഒരു ഷെയ്ഡ് മാത്രമാണ്. ഒരു ഷെയ്ഡ് എന്നേ അതിനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഗവൺമെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറെ ഹിംസാത്മകത, പിന്നെ വിഭജന രാഷ്ട്രീയം, ആളുകളെ തമ്മിലടിപ്പിക്കുക, ജാതിയും മതവും പ്രദേശവും ഒക്കെ പറഞ്ഞു, ജാതി പ്രീണനം, മതപ്രീണനം, പിന്നെ വയലൻസ് ആസ് എ പൊളിറ്റിക്കൽ ടൂൾ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് കുറെ ആകുമ്പോൾ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ ചോദിക്കട്ടെ, ഒറിജിനൽ കമ്മ്യൂണിസം ഇപ്പൊ കേരളത്തിൽ തന്നെ എടുക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ ഉള്ളവരുണ്ടല്ലേ, CMB, CPI, CPM, ഇവരൊക്കെ ഒറിജിനൽ കമ്മ്യൂണിസം, അസൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കണം, അങ്ങനെ പെരുമാറണം, അങ്ങനെ ചിന്തിക്കണം എന്ന് അങ്ങോട്ടൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു ജില്ല ഒരുത്തനെ കിട്ടുമോ? ഒരു ജില്ല ഒരുത്തനെ കിട്ടുമോ? അവനുണ്ടോ ഒരുത്തൻ? പിന്നെന്ത്? ഒരു കേരള കോൺഗ്രസ്, ഒരു അക്രമാസക്തമായ കേരള കോൺഗ്രസ്, അക്രമാസക്തമായ ജനതാദൾ, അക്രമാസക്തമായ DMK, അതിനപ്പുറം ഒന്നുമില്ല. അതല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളും. അതിന് നിങ്ങൾ പല റൊമാനിയയിലും കിഴക്കൻ ജർമ്മനിയിലും സോവിയറ്റ് യൂണിയനിലും കംബോഡിയയിലും ക്യൂബയിലും 30-35 വർഷം പുറകിലാണ് ക്യൂബ. അവിടുത്തെ തെരുവുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പഴയ സുകുമാരനെയും സോമന്റെയും പടമൊക്കെ ഷൂട്ട് ചെയ്യാം. കാറൊക്കെ എന്നിട്ടൊരു ബെൽബോട്ടുള്ള ഒരു പാൻറ് കൂടെ കൊടുത്താൽ മതി, കൊല്ലം എന്ന് അടിച്ചു കൊടുത്താൽ മതി, കൊല്ലം, ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും.